പെങ്ങള് റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ആയിഷ വലിയ പാവങ്ങളെ നിനക്ക് പേടിയോ? ചെയ്യാതിരിക്കാമല്ലാത്ത സൂക്ഷ്മതയോ? പക്ഷേ ചെറിയ പാവങ്ങളുണ്ടല്ലോ, അത് നീ ചെയ്തു കൂട്ടരുത്, നിസാരമായി കാണരുത്. നിന്റെ കണ്ണിലത് ഇബ്ലീസ് ചെറുതാക്കി കാണിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ചെയ്ത് നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പടച്ചവനെ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയാ. ഇൻഷാ അല്ലാഹ് 5 കാര്യം കൂടെയുണ്ട്. പടച്ചവനെ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ബാലുണ്ടെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരണമെന്ന് ഞാൻ പറയുന്നില്ല, മൊബൈലിലൂടെയെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കട്, അത് നിങ്ങളൊന്ന് പഠിക്കട്, അത് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്യട്. എങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിലാ, നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാ. നമ്മൾ അർശിന്റെ താഴെ ഒരുമിച്ചാ. അപ്പോഴാടാ സ്നേഹബന്ധമുണ്ടാകുന്നത്, ആ സ്നേഹത്തിനാണ് വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, പൊന്നുമക്കള്, ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസ് നടത്തുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഉറൂസിന് വന്നിട്ട് ഈ മഹാന്റെ പൊരുത്തക്കേട് വാങ്ങിച്ചു വെക്കല്ലേ. ഒരുപാട് ജനം കൂടുന്ന സ്ഥലമാ പെങ്ങള്. ഉറൂസിന് വരുന്ന സമയത്ത് നീ നല്ല മനസ്സോടുകൂടി വരട്. ഒരു ദുശീലവും നിന്റെ മനസ്സിൽ വരരുത്, ഒരു മോശമായ ചിന്തയും വരരുത്, ഒരു മോശമായ കാര്യവും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാ ഇവരെ ആദരിച്ച സ്വർഗത്തിൽ പോകാ, ഇവരെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ പോകാ. ഇവരല്ല ആദരിച്ചവരാ, ഇവരല്ല ഇഷ്ടപ്പെട്ടവരാ, ഇവരല്ലാനെ അറിഞ്ഞവരാ, ഇവരെ നമ്മൾ സ്നേഹിച്ചാ നമുക്കും രക്ഷപ്പെടാ. അല്ലാഹുവേ ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നൽകണേ അല്ലാ. അവിടത്തെ ഗുരുത്വം നൽകണേ അല്ലാ, അവിടത്തെ തർബിയത്ത് നൽകണേ അല്ലാ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, എന്തെങ്കിലും ഒരു മോശമായ കാര്യം, എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അതപകേടാക്കല്ലേ അല്ലാ, ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതുമല്ല മീസാനിലെ നന്മയുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ദുആ ചെയ്ത് പിരിയുകയാ. 12 മണി കഴിഞ്ഞ സഹോദരാ, പാതിരാത്രിയായല്ലോ. ഇനി ദുആഇന്റെ സമയമാണല്ലോ, ഇനി തൗബയുടെ സമയമാണല്ലോ. അതുകൊണ്ട് ആയിരക്കണക്കിന് പേര് ഒരുമിച്ച് കൂടിയല്ലോ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ. അല്ലാതെ വാതിലോളം പോലെ കേട്ട് ഒരു ചെവിയിലൂടെ കടന്ന് കളഞ്ഞ് മറു ചെവിയിലൂടെ കളയലല്ലോ, അല്ലെങ്കിൽ പ്രവാസനത്തിന്റെ വിലയിരുത്തലല്ലോ, അല്ലെങ്കിൽ പ്രവാസനത്തിന്റെ ന്യൂനത കാണലാണല്ലോ, അല്ലെങ്കിൽ ക്ലിപ്പുകൾ ഇറക്കലല്ലോ. മോനെ, വാഴ കടിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് തിരിച്ചു പോകണം. അല്ലാ, ഞാനൊരു നന്മ പറഞ്ഞു തരാ, ഞാനൊരു നന്മ പറഞ്ഞു തരാ. അല്ലാഹുവേ, നന്മ ചെയ്ത് പിരിയാ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാ കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നന്മ ചെയ്തു പിരിയാ. കരുണക്കടലായ അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കും.
സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ 12,000-ഓളം പേര് ഇവിടെ ഒരുമിച്ച് കൂടി. ഈ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം. ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ വന്നു. ഇൻഷാ അല്ലാ ഇന്ന് രാത്രി, നാളെ രാവിലെ വീട്ടിൽ പോകും, നാളെ വൈകിട്ട് വീട്ടിലെത്തും, മറ്റേനാൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം ഇൻഷാ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി. വല്ലാത്ത ചൂട്, സത്യം പറഞ്ഞ ചൂട് സഹിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്തോ വലിയ പ്രയാസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അൽഹംദുലില്ലാ, നന്ദാപുര പള്ളി, ആ പള്ളിയുടെ ഉൾഭാഗം ഇൻഷാ അല്ലാ AC വെക്കണമെന്നൊരാഗ്രഹമുണ്ട്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.